ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു മനോഹരമായ ചിത്രശലഭത്തിനെയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ സർവ്വസാധാരണമായി കാണുന്ന ബ്ലൂ ടൈഗർ അഥവാ നീലക്കടുവ എന്ന ചിത്രശലഭം കാണാം. ആൺ പെൺ ശലഭങ്ങളിൽ രൂപത്തിൽ വ്യത്യാസമില്ല. ആൺ ശലഭങ്ങളുടെ പുറകിലത്തെ ചിറകിൽ 2 പൗച്ചുകളുണ്ട്. അതാണ് അവയെ തരംതിരിക്കുന്നത്. ആൺ ശലഭത്തിൻ്റെ പുറകിലത്തെ ചിറകിലുള്ള ഓരോ ചിറകിലും ഓരോ പൗച്ചുണ്ട്. ആ പൗച്ചിൽ ഫെറോമോൺ എന്ന ഹോർമോൺ, അത് പെൺശലഭങ്ങളെ ആകർഷിക്കാനുള്ള ഹോർമോണാണ്. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്. അത് ശലഭം പറക്കുമ്പോൾ ആ ഫെറോമോൺ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഫെറോമോൺ തൂകും. അതിൽ അട്രാക്റ്റായി പെൺശലഭങ്ങളെത്തും. അങ്ങനെയാണ് പെൺശലഭങ്ങളെ ആകർഷിക്കുന്നത്. ഇനി വേറൊരു വളരെ സ്ട്രേഞ്ചായിട്ടുള്ള വേറൊരു സ്വഭാവം ഉണ്ട് നമ്മുടെ ബ്ലൂ ടൈഗറിന് അഥവാ നമ്മുടെ നീലക്കടുവയ്ക്ക്. കാരണം ദേശാടന പക്ഷികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ ദേശാടനം ചെയ്യുന്ന ശലഭങ്ങളാണ് ബ്ലൂ ടൈഗേഴ്സ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടത്തിലേക്ക് ഇത് ദേശാടനം ചെയ്തു വരും. ഈ ദേശാടനം ചെയ്യുന്നതിൽ മിക്കവാറും എല്ലാ മെജോറിറ്റിയും ആൺശലഭങ്ങളാണ് എന്നുള്ളതാണ് വേറൊരു രസകരമായ അവസ്ഥ. ഇനി നമുക്കതിൻ്റെ മുട്ട നോക്കാം. മുട്ട പെൺശലഭം ഒരു സിംഗിൾ മുട്ടയാണ് ഇടുന്നത് ഇലയുടെ അടിയിൽ. അതിൻ്റെ ലാർവൽ പ്ലാന്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കിലിക്കി, നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള കിലിക്കി അഥവാ ക്രൊട്ടലേറിയ റെട്ടൂസ എന്ന് പേരുള്ള ഇത് അതിൻ്റെ സസ്യ കുടുംബം എന്ന് പറഞ്ഞാൽ ഫാബേസിയാണ്. അപ്പോൾ ഫാബേസിയ കുടുംബത്തിലെ പ്ലാന്റ്സാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ അപ്പോസൈനേസിയ കുടുംബത്തിലെ ചെടികളിലും ടൈഗർ മുട്ടയിടാറുണ്ട്. ഇനി ആ മുട്ട പൊട്ടി ലാർവയാകുന്ന സമയത്ത്, ശലഭപ്പുഴു ആകുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പക്ഷിക്കാഷ്ടം പോലെ ആയിരിക്കും. പക്ഷേ ഒരു 3-4 തവണ അതിൻ്റെ തൊലി വിരിഞ്ഞു പോയി കഴിയുമ്പോൾ അത് വളരെ നല്ല റിങ് പോലെ, നമ്മളെന്താണ് കാറ്റർപില്ലർ നമ്മൾ പടം വരയ്ക്കുമല്ലോ റിങ്ങായിട്ട്, അതുപോലെ റിങ്ങായിട്ടുള്ള ഒരു ശലഭപ്പുഴു 2 സ്ഥലത്തായിട്ട് 2 കൊമ്പുകളും ഉള്ള ഒരു ശലഭപ്പുഴുവിനെ കാണാം. ശലഭപ്പുഴ പൂപ്പയായിട്ട് ചിത്രശലഭം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ചയെ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആയുസ് അത്ര തന്നെ. ഇനി അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 90 തൊട്ട് 100 മില്ലിമീറ്റർ വരെ വിഗ് സ്പാൻ ഉണ്ട്. ഒരു ചിറകിൻ്റെ തൊട്ട് മറ്റേ ചിറക് വരെ ഒരു 90 തൊട്ട് 100 മില്ലിമീറ്റർ വിഗ് സ്പാനുണ്ട്. ഈ ബ്ലൂ ടൈഗേഴ്സിന് വേറൊരു സ്വഭാവമുണ്ട്. എന്നുവെച്ചാൽ അതും ഒരു നമ്മുടെ മനുഷ്യരെ പോലെ ഒരു സോഷ്യൽ അനിമലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റ് ശലഭങ്ങളുമായിട്ട് അത് കൊളാബറേറ്റ് ചെയ്യും. അതിൻ്റെ വർഗ്ഗത്തിൽ അതിനൊരു വലിയ വർഗ്ഗമുണ്ടല്ലോ. ഞാനത് ആദ്യം പറയാൻ മറന്നുപോയി. നീലക്കടുവ അഥവാ ബ്ലൂ ടൈഗർ കിളിവാലൻ ശലഭമല്ല, ഇത് രോമകാലൻ ശലഭമാണ്. അപ്പോൾ രോമകാലൻ ശലഭങ്ങളുടെ മറ്റ് വെറൈറ്റിയുമായിട്ട് കോമൺ ക്രോയോ, ഗ്രേ പാൻസി, സെയിലർ, അങ്ങനെ ആ രോമകാലൻ ചിത്രശലഭത്തിൻ്റെ കൂടെ ഗ്രൂപ്പിലുള്ള എല്ലാ ചിത്രശലഭങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പറക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ബ്ലൂ ടൈഗർ അഥവാ നീലക്കടുവ അഥവാ അതിൻ്റെ ശാസ്ത്രീയ നാമം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാം. തിരുമലൈ ലുമിയാൻസ് എന്നുള്ള ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നീലക്കടുവയുടെ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ഇനിയും കാണാം മറ്റൊരു വീഡിയോയിൽ. ഓക്കെ, ബൈ.